ഇതൊരു പട്ട് സാരിയാണ് നമ്മൾ ഉടുക്കാൻ ട്രൈ ചെയ്യുന്നത്. മറ്റൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം. ഞാൻ അഞ്ജലി. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഡ്രേപ്പിസ്റ്റ് ആരാണ്? ഹായ്, ദിവ്യ നമ്മുടെ സ്ഥിരം കുറ്റിയായിരിക്കുകയാണ്. ഓക്കെ, പട്ടുസാരിയുടെ മതിപ്പുള്ള ഒരു കോട്ടൺ സാരിയാണ്. ഈ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാം, പോകാം വീഡിയോയിലേക്ക്. നോട്ട് കൊടുക്കുക. ബോർഡർ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇത്രയും ബോർഡർ വീതി വേണ്ട, ഇതിന്റെ പകുതി വീതി മതിയാവും. എന്ന ഇൻസ്റ്റാഗ്രാം പേജ് എനിക്ക് അയച്ചു തന്ന സാരിയാണ്. ഇതിന്റെ തന്നെ പല കളേഴ്സും അവൈലബിൾ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സാരി. ഈ ഫസ്റ്റ് പ്ലീറ്റിനകത്ത് തന്നെ ബാക്കി എല്ലാ പ്ലീറ്റും നിൽക്കണം. നമുക്കിങ്ങനെ ഷോൾഡറിലേക്ക് ഇടാം. കോട്ടൺ സാരിയാണ് ഉടുക്കാൻ എളുപ്പം അല്ലേ? അതെ, പക്ഷെ ഉടുക്കാൻ അറിയാത്തവർക്ക് ഏറ്റവും പാടുള്ള സാരിയുമാണ്. പിടിച്ചു ശരിയാ. ഉടുക്കാൻ അറിഞ്ഞൂടെങ്കിൽ ഇത് ഭയങ്കര പാടാണ്. കാരണം ഒരു തവണ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ പിടുത്തം അതിൽ നമുക്ക് അടക്കം വരും സാരിക്ക്. പിന്നെ അതിനെ നിവർത്തിയെടുത്ത് ഉടുക്കുക ടാസ്ക് ആയിരിക്കും. ഇതിന്റെ മുന്താണിയുടെ ഇറക്കം മുട്ടിന് തൊട്ട് താഴെ കാഫിന്റെ മുട്ടിന്റെ ഇടയിൽ വേണം മുന്താണിയുടെ ഇറക്കം പ്ലേസ് ചെയ്യേണ്ടത്. അയ്യോ, ഉറുമ്പേ. പിൻ കൊടുക്കുന്ന സമയത്ത് ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് മാറ്റിയിട്ട് വേണം പിൻ ചെയ്യാൻ. അങ്ങനെ പിൻ ചെയ്യുന്നത് സൈഡ് മറയാനും ഈ ഭാഗത്തേക്ക് ബോർഡർ കയറി പോവാതിരിക്കാനും സഹായിക്കും. അതുകൊണ്ട് ഈ പോർഷനിൽ തന്നെ കുറച്ച് ബ്ലൗസിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം പിൻ കൊടുക്കേണ്ടത്. ഈ ഫസ്റ്റ് പ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ട് ഇതിനകത്തായിട്ട് പിൻ കൊടുക്കണം. അപ്പൊ അറിയില്ല, വൃത്തികേടില്ല അല്ലേ? അതുപോലെ ഇനി പുറകു വശത്ത് പിൻ ചെയ്യുമ്പോഴും ഈ എടുത്ത പ്ലീറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ബ്ലൗസിൻ്റെ ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇതുപോലത്തെ രീതിയിലൊന്നും പിൻ ചെയ്യരുത്. ബോർഡർ, അതായത് മുന്താനിയുടെ പോർഷൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ പിൻ ചെയ്യുക. ഇവിടെ ഒരു പിൻ കൊടുത്തു കഴിഞ്ഞാൽ മുന്താണി ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരത്തില്ല. നമുക്കിതുപോലെ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് മാറ്റിയിട്ട് നമുക്ക് പിൻ കൊടുക്കാം. അപ്പർ പ്ലീറ്റ് ഈ ബോർഡർ പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്ത് പിൻ കൊടുക്കണം. ഇതുപോലെ ഒരുമിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ബോർഡർ പിടിച്ച് പിൻ ചെയ്ത ശേഷം രണ്ടാമത് നമുക്ക് പ്ലീറ്റ് ഇതുപോലെ പിടിച്ച് ഫിക്സ് ചെയ്യാം. പിൻ കൊടുത്തിട്ട് ഈ പോർഷനിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് വിടുക. എന്നിട്ട് ഇവിടെ പിടിച്ച ശേഷം ഈ പ്ലീറ്റ് അറേഞ്ച് ചെയ്തത് ഈ രീതിയിലായിരിക്കണം. ഓരോ പ്ലീറ്റും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത ശേഷം പുറകു വശത്ത് പിൻ കൊടുക്കുക. അയ്യോ, ഉറുമ്പേ. ഇവിടെ ഈ ഭാഗത്തൊന്നും എക്സസ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല. പ്ലീറ്റ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അയൺ ചെയ്ത് ഉപയോഗിക്കാത്തവർക്കാണ് ഇങ്ങനെ പറയുന്നത്. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വിട്ടാൽ ബോർഡർ. സാരി ഇഷ്ടമായെങ്കിൽ സെലക്ഷൻസ് ബൈ ലെന എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്യൂ. ഇതിന്റെ പല കളർ ചേഞ്ചുകളും അവൈലബിൾ ആണ്. ഞാനൊരു പർപ്പിൾ കളർ സാരിയും എടുത്തിരുന്നു, അതും അടിപൊളിയാ. സമ്മർ സീസണിൽ ഏറ്റവും അനുയോജ്യമായ ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ ആണെങ്കിലും ഒരു പട്ടുസാരിയുടെ മതിപ്പ് നമുക്ക് കിട്ടുന്നുമുണ്ട്. ട്രഡീഷണൽ മാലയും കമ്മലും വളകളും ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ സൂപ്പറാണ്. വീഡിയോ ഇഷ്ടമായോ? സാരി ഉടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യില്ലേ? താങ്ക് യു, ബൈ.